അതേപോലെ തന്നെ നിയമസഭയിൽ ബഹളങ്ങളൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടി ഇത്തവണ പാസ്സാക്കുകയുണ്ടായി. അത് പബ്ലിക് സർവീസ് സംബന്ധിച്ചാണ്. ഇനി കോർപ്പറേഷനിൽ ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും ഓരോ സേവനം ഏതാണ്, എത്ര സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുമെന്നുള്ളത് നോട്ടിഫൈ ചെയ്യണം. നോട്ടിഫൈ ചെയ്യാൻ നേരത്തെ വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ നോട്ടിഫൈ ചെയ്യുന്നതിൽ സെക്രട്ടറി വീഴ്ച വരുത്തിയാൽ 10,000 രൂപ സെക്രട്ടറിക്ക് ഫൈൻ ഈടാക്കും. അതാണ് ഒരു ഭേദഗതി. ആ പറയുന്ന സമയത്ത് ഏത് ഉദ്യോഗസ്ഥനാണോ അത് കൊടുക്കേണ്ടത് അവർ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കാൻ വൈകിയാൽ അതിന് മുകളിൽ ഒരു അപ്പീൽ അതോറിറ്റി ഉണ്ട്. അപ്പീൽ അതോറിറ്റി അത് പരിശോധിച്ച് നിശ്ചയ ദിവസത്തിനകം തീരുമാനമെടുത്ത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് 10,000 രൂപ ഫൈൻ ഈടാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൈയടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, 2000 ഒരു 2 ദശകം മുമ്പ് ഒരു നിയമം പാസ്സാക്കിയിരുന്നു. ഞാൻ ഈ നിയമം പൈലറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുഴുവൻ ചരിത്രം നോക്കി. അതിലും 500 രൂപ മുതൽ 5000 രൂപ വരെ ഫൈൻ അടിക്കാൻ വകുപ്പുണ്ടായിരുന്നു. പക്ഷെ എല്ലാ സേവനവും കൃത്യസമയത്ത് കേരളത്തിൽ ലഭിക്കുന്നത് കൊണ്ട് ഒരാൾക്കും ഫൈൻ ഈടാക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അതാണ് ആ നിയമത്തിൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ അപ്പീൽ നോക്കുന്ന ആള് ഒന്നിച്ച് ചായ കുടിക്കുന്ന ആളായിരിക്കും. അപ്പൊ ഇയാളുടെ വീഴ്ചയ്ക്ക് എങ്ങനെ ഫൈൻ ഈടാക്കും? അതുകൊണ്ട് ഈ നിയമത്തിൽ ചെയ്തിരിക്കുന്നൊരു കാര്യം, ഒരു സ്വതന്ത്ര സേവന അവകാശ കമ്മീഷൻ രൂപീകരിക്കുകയാണ്. ഗവൺമെന്റ് സെക്രട്ടറി ലെവലിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രവർത്തിച്ച ഒരാൾ സ്വതന്ത്ര സംവിധാനമായിരിക്കും. അപ്പോൾ പിന്നെ ഒന്നിച്ചുള്ള ആളുകളായിരിക്കുകയില്ല. ഏത് ഉദ്യോഗസ്ഥനെവരെയും വീഴ്ച വരുത്തിയാൽ ഫൈൻ ഈടാക്കാനും, അതേപോലെ തന്നെ അപ്പീൽ തീരുമാനമെടുക്കേണ്ട ആളുകൾ അപ്പീൽ തീരുമാനമെടുക്കുന്നതിൽ വൈകിയാൽ അവർക്ക് ഫൈൻ ഈടാക്കാനും അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാനുമുള്ള ഒരു സ്വതന്ത്ര സംവിധാനവും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ പണ്ടത്തെ പോലെയാണ് ഉദ്യോഗസ്ഥന്മാർ കരുതേണ്ടതില്ല. സ്വതന്ത്ര സംവിധാനം പുറത്തു വരുന്നുണ്ട്. ഇനി ഗവർണർ ഒപ്പുവെക്കണം. ഒപ്പുവെച്ചാലാണത് നിയമമായിട്ട് വരിക.